ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മാവനാണോ ഇത് ചെയ്തത്? ആണോ? ഏയ് ഞാനല്ല. അമ്മായിയാണോ? എനിക്കിവിടെ വേറെ എന്തൊക്കെ പണികളുണ്ട്. നീയാണോ അത് ചെയ്തത്? ഞാനൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ എനിക്ക് സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ. മാണിക്കുഞ്ഞെ അതിങ്ങ് എടുത്തോണ്ടോ? ശരി സാർ. ഇതിന്റെ സത്യം തെളിയിക്കാൻ ഞാൻ എന്ത് ചെയ്താലും എല്ലാവരും അതങ്ങ് ക്ഷമിച്ചേക്കണം. സാറേ, അമ്മാവനോടേക്ക് മാറിയെന്ന് എന്തിനാന്നറിയും മോനെ? വരാനാ പറഞ്ഞത്. രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഗാഥ വല്ലാതെ പേടിച്ചു. രണ്ട്, കളരിക്കൽ വീട്ടില് ഇപ്പോഴും സർപ്പശാപം ഉണ്ടായിരുന്നത് ബാക്കിയുണ്ടെന്ന് എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ ശിക്ഷ ഇരട്ടിയ. അയ്യോ, നീ നീ എന്തായി കാണിക്കാൻ പോന്നെ? മിണ്ടിപ്പോരുത്. കൂട്ടത്തിൽ ആണൊരുത്തനായതുകൊണ്ടാ ഇങ്ങേരെ ചോദ്യം ചെയ്യാന്ന് വെച്ചത്. ആദ്യത്തെ ഒരടിക്ക് കാല് ഞാൻ ഒടിക്കും, അടുത്തൊരടിക്ക് വലത്തെ കൈയും. എന്തായാലും പണിയൊന്നുമില്ലാത്ത കുടുംബത്തിൽ കിടക്കുമല്ലേ, അപ്പൊ പിന്നെ കൈയും കാലം അനക്കിയില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അല്ലേ മാണിക്കുഞ്ഞ? പിന്നല്ലാതെ. ഒന്നുകിൽ സത്യം പറയാം, അല്ലെങ്കിൽ ബാക്കിയുള്ള കാലം ഒടിഞ്ഞു തൂങ്ങിയ കാലുമായിട്ട് നടക്കാം. പറയും ഞാൻ പറയും. ഗാഥ സന്തോഷത്തോടെ തിരിച്ചു വന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗാഥയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോ നിന്റെ ഈ അമ്മായി ഇട്ട ഐഡിയ റോസാക്കമ്പും പാമ്പും ഒക്കെ വെച്ചുള്ള പരിപാടി. മുത്തശ്ശി കേട്ടില്ലേ? എന്താ മുത്തശ്ശി ഇവരൊക്കെ ചെയ്യേണ്ടത്? അപ്പൊ ഇത്രയും കാലം ഗാഥ കണ്ടത് നമ്മൾ കാണാതിരുന്നൊക്കെ ഇവര് ക്രിയേറ്റ് ചെയ്തല്ലേ? ഈ നാണം കെട്ട അച്ഛനും അമ്മയും മോളും. നിർമ്മല ഇങ്ങ് വാ. എന്താ അമ്മേ? എന്നെങ്കിലും ഒരല്പം വിവേകം ഏതെങ്കിലും കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടോ നീ? സ്വന്തം കുടുംബത്തിനോടാ നീ കാണിച്ചു കൂട്ടുന്നൊക്കെ. ഇനി ഉപദേശിച്ച് ശരിയാക്കാനൊന്നും നിൽക്കണ്ട. ഇവരിപ്പൊ തന്നെ ഇറങ്ങിക്കോട്ടെ. അയ്യോ മോനെ നവീനെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിടല്ലേടാ പ്ലീസ്. ദേ വായടച്ചു വെച്ചോ. പലതവണ നിങ്ങൾ ചെയ്യാവുന്ന ക്രൂരതകളൊക്കെ ചെയ്തതല്ലേ? എന്റെ ഭാര്യയെ ഒരു ഭ്രാന്തിയെ പോലെ ആക്കിയില്ലേ നിങ്ങൾ മൂന്നുപേരും കൂടെ? ഇനി നിങ്ങളിവിടെ വേണ്ട. മാണിക്കുഞ്ഞെ, ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെന്ന് വെച്ചാ കൊണ്ടുപോയി വിട്ടേക്ക് വരും മൂന്നെണ്ണത്തിന്. ഇനി വേറൊന്നും ഈ കാര്യത്തിൽ ആലോചിക്കാനില്ല. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്റെ പൊന്നമ്മയല്ലേ, ഞങ്ങളെ ഇറക്കി വിടരുതെന്ന് പറയാൻ. ഇവിടുന്ന് ഇറക്കി വിടല്ലേ അമ്മേ. ചെയ്ത തെറ്റിനെ എന്നെ ശിക്ഷിച്ചില്ലേ അമ്മ? ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞുവിടലെന്ന് പറയാം. ഇറക്കി വിടല്ലേ അമ്മ. ഒരു അടിയടിച്ചാണ് എത്രയും വലിയ ശിക്ഷ. എന്നോട് നിങ്ങൾ ചെയ്ത ദ്രോഹത്തിന് തീർക്കേണ്ടതാ മൂന്നെണ്ണത്തിന്. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഇനി ഈ പെങ്കൊച്ചനെ കൊണ്ട് എങ്ങോട്ട് പോവും? ഈ നശിച്ചവളും ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്.